വെൽക്കം ബാക്ക് ടു മൈ തണുസ് വ്ലോഗിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് കുറെ കാലമായി വീഡിയോ ചെയ്തത് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നതാണ്. അതായത് ഇന്നത്തെ വീഡിയോ ഒരു ആപ്പുറം ഒരു വീഡിയോ ആണ്. അതായത് ഒരു പുതിയൊരു സോങ് ആയ നമ്മൾ തൻവീർ ആഷിഖ് പി എന്ന ഒരു ഒരു പാട്ടാണ്. അതായത് ഞാൻ എഴുതിയ പാട്ടാണ്, ഇസ്ലാമിക് ആയ ഒരു പാട്ടാണ്. ഈ പാട്ടിന്റെ പേര് ഞാൻ പറയാൻ പോവുകയാണ്. അത് വീണ്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. പാട്ട് പറയുന്നത് നമ്മുടെ ഹായ ഫാത്തിമയും ഈച്ച ഫാത്തിമ, അതായത് നഷ ഫാത്തിമ പറയാൻ പോണ്. ക്യാമറമാൻ ആരാണ്? ഹായ ഫാത്തിമ. ഈ പാട്ടിന്റെ സംവിധാനം ആരാണ്? തൻവീർ ആഷിഖ് പിവി. യെസ്, ഓക്കെ. അപ്പൊ ഈ പാട്ടിന്റെ പേരെന്താണ്? ഉമ്മയില്ലാത്ത ഈ ലോകം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാട്ട് പറയാൻ പോകുന്നത് സാധാരണ ഞാൻ തന്നെയാണ്, എഴുതിലൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ ഇൻസാള ഇതിന്റെ ഞാൻ പുതിയൊരു കഥയുണ്ട്. ഈ കഥന്റെ പേര് നമ്മൾ പറയാൻ പോവാണ് ഇൻസാള. ഓക്കെ, ഈ പാട്ടിന്റെ പേര് ഉമ്മയില്ലാത്ത യോഗത്താണ്. അതുപോലെ ഒരുപാട് കഥബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒറ്റപ്പെടുന്ന ഈ ലഹരിന്റെ അടിമത്തി ലോകത്ത്. പിന്നെ കഥബുക്ക് ഒരുപാട് എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫ് ആൻഡ് മോട്ടിവേഷൻസ് ബുക്ക്, അതേപോലെ ആൻഡ് ഒരുപാട് നോവലുകൾ എഴുതുന്ന ആളാണ്. ഇൻസാള ഉടൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇൻസാള ഇന്നത്തെ വീഡിയോ നമ്മള് ഒരു ആപരം ഷൂട്ടിംഗ് ആൻഡ് സോങ് ഷൂട്ടിംഗ് ആയിട്ട് വീഡിയോയാണ്. ഇൻസാള ഇത്രത്തോളം ഫുൾ ആവും എനിക്ക് യാതൊരു വിവരമില്ല. ഇൻസാള ക്യാമറീസ് ആയ ഫാത്തിമയും എച്ച ഫാത്തിമയാണ്. അത് ബാക്കി ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇത് പാട്ട് സംസ്ഥാനം എല്ലാം ഞാൻ തന്നെയാണ്. ഇൻസാള നമുക്ക് തൊന്നു നോക്കാം. നമുക്ക് ക്യാമറ ഓഫ് ആക്കാണ്. ഇൻസാള നമുക്ക് ക്യാമറീസ് ആരും കാണിച്ചാൽ ആരാണ് നടക്കുന്നത്. പറയൂ, എന്താ പറയാനുള്ളത് ഈ പാട്ടിനെ കുറിച്ച്? ഇത് എനിക്ക് വായിച്ചപ്പോ ഒരു ഇതുപോലെ, എന്താ പറയാ, ഇമോഷണൽ പോലെ. ഈ നല്ല ഒരു എന്താണ് ഇപ്പൊ എനിക്ക് കേട്ടതിൽ ഏറ്റവും ഒരു ഉമ്മന്റെ ഇത് തോന്നുന്ന ഈ ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളെ ഇത് അഭിപ്രായം നിങ്ങളെ കമന്റിൽ പറയാം. നമുക്ക് തുടങ്ങാം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പാട്ട് കാണിച്ചു തരുന്നില്ല. ഇൻഷാല്ലാ ഈ പാട്ട് നമ്മള് എന്താ പറയാ, ഓക്കെ, പാട്ട് ഞാൻ യൂട്യൂബ് ഇതിന് വിടില്ല, ഒരു അടുത്ത എപ്പിസോഡിലാ വിടുക ഇൻഷാല്ലാ. ഈ പാട്ട് ഇട്ടാല് എന്താണ് കൈസ് പറയല്ലേ? ഓക്കെ, പാട്ടിന്റെ പേരെന്താണ്? ഉമ്മയില്ലാത്ത ഈ ലോകത്ത്. അത് പറയാൻ പോകില്ല നമ്മള്. അപ്പൊ ഞാൻ അടിപൊളി നോവൽ ബുക്ക് ചെയ്തില്ലേ? നോവൽ ബുക്കിന്റെ പേരെന്താണ്? വായിച്ചോക്ക്. ലഹരി ഒറ്റപ്പെടുന്ന ലഹരി അടിമയുടെ ലോകം. അതെ, ഇത് നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് പബ്ലിഷ് ചെയ്യും. നമ്മള് പാടാൻ പോവാണ്. ഓക്കെ, നമുക്ക് പേര് പഠിച്ചു. പേരെന്താണ്? ഹായ ഫാത്തിമ. ഓക്കെ. സ്കൂള് ഞാന് ഇപ്പൊ വേറെ സ്കൂളിലായി, കോയപ്പത്തോടി സ്കൂളിലാണ് ഇപ്പൊ. അവിടൊക്കെ നല്ല സ്കൂളാണ്. അപ്പൊ നമ്മളിപ്പോ അതല്ല പറയുന്നത്, നമ്മളൊരു പാട്ട് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാരും നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ അതൊക്കെ പറഞ്ഞത്. പിന്നെ ഓക്കെ, അപ്പൊ നമ്മള് പാട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ ഇവിടുന്ന് ഷൂട്ട് ചെയ്താലോ എന്നാണ് നമ്മള് വെച്ച് പറയാൻ പോകുന്നത്. ആൻഡ് ഇവിടെ പൂന്തോട്ടങ്ങളുണ്ട്, അതുപോലെ കൃഷികളും ഒക്കെ ഉണ്ട്. നമ്മൾ പറയല്ലേ? ഓക്കെ. അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മള് പാട്ട് ഷൂട്ടിങ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്നാണ് നമ്മള് പാട്ട് ഷൂട്ടിങ് ചെയ്യുന്നത്, ക്യാമറ ഷൂട്ടിങ് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ പാട്ട് ഷോ ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഷൂട്ടിങ് നമ്മൾ നടത്താൻ പോവാണ്. എത്രത്തോളം പെർഫെക്റ്റ്ഫുൾ ആവും നമുക്ക് യാതൊന്നും നമുക്ക് വിവരമില്ല. നമുക്ക് ഇത്രത്തോളം അത്രയൊന്നും ഒക്കെ പാട്ട് ചിലപ്പോൾ പാടും കഴിയും, ചിലപ്പം ഒരു മാസത്തെ വരും. ഓക്കെ, ഇതിന്റെ പാട്ട് നമ്മൾ വേറെ ആൾക്ക് കൊട്ടിനി, ഒരു വലിയ പാട്ടുകാർക്ക് കൊട്ടിനി നോക്കാത്ത പറഞ്ഞു, ഡീറ്റൊക്കെ കണ്ടുപിടിക്കാത്ത പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാരി നോക്കാം. ഇപ്പം ഡീറ്റ് നമുക്ക് കണ്ടുപിടിക്കാനില്ല, നമ്മൾ അത്ര പാട്ടുകാരൊന്നുമല്ല. അപ്പൊ നമുക്ക് പാട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പം വയറായാലോ ഓക്കെ, നമുക്ക് നീര് പാടാം. ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്. എത്രത്തോളം ഞാൻ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഷ്ടപ്പെട്ടിന്. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ നോവൽ, അങ്ങനെ നോവൽ ബുക്ക് ചെയ്യും. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല. ഓക്കെ, ഒറ്റപ്പെടുന്ന ലഹരി അടിമയുടെ ലോകത്ത് ഒരു കഥ ഇരുന്നു. ആ കഥയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയല്ലോ, നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ കൊറോണ സമയത്ത് ഒരുപാട് നടക്കുന്ന ഈ ലഹരിന്റെ ഒരുപാട് കൂട്ടത്തിൽ വരുന്ന ഒരുപാട് ദോഷങ്ങളും ഒരുപാടുള്ള ഈ ലഹരിന്റെ നശിക്കുന്ന ഒരു കഥയാണ്. ഒരു നല്ല കഥയാണ്. ഇംപ്രൂവ്ഫുൾ ആൻഡ് ഒരു മോട്ടിവേഷൻ ഉള്ള ഇതാണ്. അതായത് എന്താ പറയാ, ഒരുപാട് ലഹരി ഉണ്ട്.
ഒരുപാട് അഡിക്റ്റ് ആയ അതിൻ്റെ ഒരുപാട് ഇങ്ങനെ മൊബൈൽ ഫോൺ അങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ നമ്മുടെ ലഹരി അങ്ങനെ ഒരുപാട് അങ്ങനെയൊക്കെ ഉള്ള കടയാണ്. അപ്പോൾ ഫുൾ ഒന്നും കൂടി സെറ്റാക്കി കട കുറച്ചെങ്കിലും ആക്കി നോവലാക്കാണ്. ഇൻഷാല്ലാ കട എഴുതി കഴിഞ്ഞില്ല, കടകളിൽ വരുന്നുള്ളൂ. ഇൻഷാല്ലാ നമുക്ക് നോവലാക്കാം. ഒരു 6 മാസം 8 മാസം കൊണ്ട് പബ്ലിഷിങ് ചെയ്യില്ല, എഴുതി കഴിയും. പബ്ലിഷിങ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയൽ സമിറ്റും ചെയ്യും. ഇൻഷാല്ലാ നിങ്ങളുടെ സപ്പോർട്ട് എന്തെങ്കിലും മാറ്റി ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് വരാൻ പറ്റില്ല. ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്കില്ല ചെയ്യും. ഓക്കെ ആൻഡ് തനൂസ് ബ്ലോഗർ. ഓക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പാട്ട് നന്നായി ഈനെ കണ്ടിട്ട് ഉടൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ പാട്ട് ഈനെ കണ്ടിട്ടില്ല, പക്ഷേ ഒന്നും കൂടി സെറ്റാക്കാണ്ട് ക്യാമറ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനും അതുപോലെ ഒന്നും കൂടി പാട്ട് ഒന്നും ഉഷാറാക്കി വെക്കാണ്ട്. അപ്പോൾ അത്തി വീഡിയോ കാണാം. ഇത് ഷൂട്ടിങ് വീഡിയോ ആയിരുന്നു, അതോ അത്ര വീഡിയോ ഒന്നും ഇല്ലേനു. ഇൻഷാല്ലാ അത്തി വീഡിയോ കാണാം. ബൈ ബൈ. തലൂസ് വ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അത്തി വീഡിയോ കാണാം. ബൈ ബൈ. തലൂസ് വ്ലോഗ്.